നമ്മൾ രാവിലെ ഇച്ചിരി വേലിച്ചീരയും ചക്കക്കുരുവും കൂടെ തോരൻ വെക്കാൻ പോവുകയാണേ. അപ്പോൾ അത് പറിക്കാൻ ഇറങ്ങി വന്നാൽ ഞാൻ താഴെ പറമ്പിലോട്ട്. പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞ് ഇപ്പം തളിർത്ത് വരുവാണ് വീണ്ടും. അപ്പം ഞാൻ ഓർത്താ ഇളം തണ്ടും ഇലയും എല്ലാം കൂടെ എടുത്ത് നമുക്ക് തോരൻ വെക്കാം. ദേ അതെല്ലാം അരിഞ്ഞ് കുനുകുനാന്നരിഞ്ഞ് തന്നമ്മ. എന്നിട്ട് ചക്കക്കുരു പൊളിച്ച് കീറി കഴുകി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാചക പരിപാടി തുടങ്ങാം. അപ്പോൾ ചീരയുടെ ഇലയുടെ കൂടെ 2 സവാളയും കൂടെ അരിഞ്ഞിടുന്നുണ്ടേ. ചക്കക്കുരു കീറി നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒന്ന് വേവിച്ച് വെച്ചിട്ട് ചീരയ്ക്കകത്തോട്ടിടാം. ഇതെല്ലാവർക്കും അറിയാവുന്ന, ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ വർഷവും നമുക്ക് ചക്കക്കുരു കിട്ടുമ്പം ചെയ്യണമല്ലോ. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ. അപ്പം നമുക്ക് അരപ്പിനുള്ള സാധനമൊക്കെ ഞാൻ എടുക്കുക. തേങ്ങ, ഒരിച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, 2 പച്ചമുളക്, ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തോരൻ വെക്കാം. ചക്കക്കുരു ദേ വെന്ത് വെള്ളമൊക്കെ വറ്റി. ഞാനിനി അത് ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുവേ. ആ ചക്കക്കുരു ഇപ്പം നീളത്തിലല്ലേ വെന്ത് അപ്പോൾ ഒന്ന് ഉടച്ചെടുക്കും. അപ്പം നമുക്ക് കടുകൊക്കെ താളിച്ച് ചീര തോരൻ വെക്കുന്ന പോലെ വെക്കാം. പിന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, എന്നാലും നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പം അതിന് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഇനി എല്ലാവരും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുഞ്ഞി പാചകങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ കാണുന്നതായിരിക്കും. പിന്നെ ഈ തോരൻ വെച്ച് മാറ്റിയിട്ട് വേണം ദേ ഇവിടെ ഇങ്ങനെ, അത് കണ്ടോ, പണ്ട് നേരത്തെ പെയിൻ്റ് അടിച്ച് അതങ്ങ് അഴുക്കായി. അപ്പോൾ എൻ്റെ പുത്രൻ പറഞ്ഞു അവിടെ പെയിൻ്റ് അടിച്ച് തരാമെന്ന്. വീഡിയോയിൽ കൂടെ നോക്കിയപ്പോഴേ കണ്ടോ. അപ്പോൾ തോരനൊക്കെ വെച്ചിട്ട് അയാൾ ഇന്ന് എനിക്ക് പെയിൻ്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞു. ഏത് കളറാണെന്നൊന്നും അറിയത്തില്ല. താഴെ പോയി കളർ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിരിപ്പുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അമ്മ മീൻ കറി വെച്ചു, മീൻ വറുത്തു. കുഞ്ഞു മത്തിയായി, ഒത്തിരി ഉണ്ട്. ഇപ്പം അതേ ഉള്ളൂ ഇവിടെ. മീൻ കൊണ്ടുവരുന്ന അച്ഛനാണ് ഇപ്പം കൊച്ചുമത്തി മാത്രമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ദേ നമ്മുടെ ചക്കക്കുരു വേവിച്ചതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് തത്തിപ്പൊത്തി വെച്ച് ഇളക്കി തോർത്തി എടുത്താൽ നമ്മുടെ തോരൻ റെഡി. ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണേ. നാട്ടിൻപുറത്ത് എല്ലാവരും ഇങ്ങനെ വെക്കും, അതെനിക്കറിയാം. ചീരത്തോരൻ, ചീരയും ചക്കക്കുരു, മുരിങ്ങയില, ചക്കക്കുരു, മുട്ടയും ചക്കക്കുരുവും കൂടെ തോരൻ വെക്കും. അറിയാമോ ആർക്കെങ്കിലും? ഒരു ദിവസം നമുക്കത് വെക്കണം. മുട്ടയും ചക്കക്കുരുവും. പിന്നെ ചക്കക്കുരു ചേരാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചക്കക്കുരുവിൻ്റെ ഒത്തിരി വിഭവം ഉണ്ടാക്കി കേട്ടോ. മസാലക്കറി ഇന്നാൾ ഞാൻ കാണിച്ചില്ലേ, മെഴുക്ക് പുരട്ടി. പിന്നെന്തോ വേറെ ഏതാണ്ടൊക്കെ അമ്മ ചെയ്തു. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാതിരുന്നാ. പിന്നെ എന്നും അങ്ങ് ചക്കക്കുരു ആയാലോ എന്നോർത്ത്. ദേ കണ്ടോ, സൂപ്പർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ദേ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.